എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സജീവ് സംസാരിച്ചപ്പോൾ നമ്മൾക്ക് ധാരാളം മുന്നറിയിപ്പുകൾ ഈ വിഷയത്തിൽ കിട്ടിയിട്ടുള്ളതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതെങ്ങനെയാണ് അത്തരം മുന്നറിയിപ്പുകളെ തമസ്കരിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഏതൊരു പ്രശ്നവും ആ പ്രശ്നത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം പലപ്പോഴും നമുക്ക് താരതമ്യേന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിന് പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല, പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും പ്രശ്നം ഒരു വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയായി എത്തുകയും ചെയ്തു എന്നുള്ളിടത്താണ് കാലാവസ്ഥാ വ്യതിയാനം മാറി കാലാവസ്ഥാ പ്രതിസന്ധി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി പ്രശ്നപരിഹാരം സാധ്യമാണെങ്കിൽ പോലും, ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. ആണ് എന്ന് സ്വാർത്ഥത കൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇനിയും നമുക്ക് കുറച്ചെങ്കിലും സമയം ബാക്കിയുണ്ട് തിരുത്തലുകൾക്ക് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇനി ആ മാറ്റത്തിലേക്ക് പോകുമ്പോൾ, ഇനി നമ്മൾ പരിഹാരം ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് പോകുമ്പോൾ വലിയ വില കൊടുത്തുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന പോലെ കാര്യമായിട്ട് പരിക്കുകളില്ലാതെ ഇനി പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് കാലാവസ്ഥാ പ്രതിസന്ധി എത്തി നിൽക്കുന്നത്. കുറച്ചു കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, ഈ വർഷം തന്നെ, കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ലോകത്ത് മുഴുവൻ കുട്ടികളുടെ സമരം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുടെ ഒരു അടിയന്തര സ്വഭാവമാണ് ഇത്. പക്ഷേ ഇപ്പോഴും പൊതുസമൂഹത്തിൽ എത്ര ശതമാനം ആളുകൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് ആൾക്കാർക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വളരെ 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 സംശയകരമാണ്. 1963 ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട, കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളതിനേക്കാൾ ഭൗമതാപനം എന്നുള്ള രീതിയിലാണ് അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഭൗമതാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് അവർ കടൽ ജലനിരപ്പ് ഉയരുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 63 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് വരുന്നത്. ഒരുപക്ഷെ പാരിസ്ഥിതികമായി ആധികാരികമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ലോകത്തിന് കിട്ടിയതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ പലരും അതിൽ ആദ്യത്തേതായിട്ട് എടുക്കുന്നത് സൈലന്റ് സ്പ്രിംഗ് ആണ്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ പറയുന്ന 63 ഇങ്ങനെ ഒരു ശാസ്ത്രജ്ഞന്മാർ ഭൂമിയുടെ ചൂട് കൂടുകയാണെന്നും അതുകൊണ്ട് ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കം ഉണ്ടാകുമെന്നും സമുദ്ര ജലനിരപ്പ് ഉയരുമെന്നും തീരമേഖലകൾ പലതും വെള്ളത്തിനടിയിലാകും എന്നുള്ള മുന്നറിയിപ്പുകൾ തരുന്നത്. അതിൻ്റെ പിന്നാലെ പിന്നെ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 1972 ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടക്കുന്നത്. ലോകരാജ്യങ്ങൾ ആദ്യമായി പരിസ്ഥിതി വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുമിച്ച് കൂടിയത് സ്റ്റോക്ക്ഹോം കൺവെൻഷനിലാണ്. അതേ വർഷം തന്നെയാണ് ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്ന ക്ലബ് ഓഫ് റോമൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. നിലവിൽ അന്ന് തുടർന്ന് വരുന്ന വികസന രീതികൾ അതേപടി തുടർന്നു കഴിഞ്ഞാൽ 21ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഈ സിസ്റ്റം മുഴുവൻ കൊളാപ്സ് ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിയ ആ ഗ്രന്ഥം വളരെയധികം ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ മുന്നറിയിപ്പുകളെയും നമ്മൾ അവഗണിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു നീണ്ട പരമ്പര തന്നെ നമുക്ക് കാണാൻ പറ്റും. 81 അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ വർഷമായിരുന്നു. അതിനെ തുടർന്നുള്ള ഈ കുറെ കൂടെ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് തന്നെ, ആഗോളതാപനവും അത് കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെ കുറെ കൂടെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ വരികയും അതിൻ്റെ തുടർച്ചയായിട്ട്
മോൺട്രിയൽ പ്രോട്ടോകോൾ ആദ്യം വന്നത് അതാണ് 88-ൽ. ക്ലോറോ കാർബൺസ് അതിൻ്റെ എമിഷൻ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പിന്നാലെ 92-ൽ റിയോ സമ്മിറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ള രീതിയിൽ തന്നെയുള്ള ചർച്ചകൾ വളരെ ഗൗരവമായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 88-ൽ തന്നെ IPCC ഇൻഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. 95 മുതൽ ഓരോ വർഷവും ലോകരാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനായിട്ട് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 25ാമത്തെയാണ് ഈ വർഷം വരുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ എപ്പോഴേക്കോ നമ്മൾ കൃത്യമായിട്ട് പ്രശ്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിനകത്ത് 88-ൽ IPCC രൂപീകരിക്കുന്നത് മുതലുള്ള ഒരു കണക്കെങ്കിലും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടിയ അളവിലാണ് ഇന്നും നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അന്നുണ്ടായിരുന്നതിനേക്കാൾ 50-60% അധികമാണ് ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാത്രം കണക്കെടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഏകദേശം ഒരു വർഷം 20-22 ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളിയിരുന്നതെങ്കിൽ ഇക്കഴിഞ്ഞ വർഷം അത് 37 ബില്യൺ ടണ്ണാണ്. മൊത്തം എടുത്തു കഴിഞ്ഞാൽ മറ്റ് വാതകങ്ങൾ കൂടി എടുത്തു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലന്റിൽ പറയുമ്പോൾ ഏകദേശം 55 ബില്യൺ ടൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകം വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒട്ടനടി തിരുത്തൽ വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകം ഇന്ന് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഹരിതഗൃഹവാതകങ്ങൾ പൂർണ്ണമായിട്ടും നിർത്താമെന്ന് തീരുമാനിച്ചാൽ പോലും ഇനിയും ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനകം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞ ഈ വാതകങ്ങളെ കൊണ്ട് തന്നെ ഇനിയും ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. കുറേ കാലത്തേക്ക് കൂടി ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ കൂടുന്നതിൻ്റെ അളവ് നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റും. അതേസമയം ഇപ്പോഴും ലോകരാജ്യങ്ങൾ എപ്പോൾ ആണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ പീക്കിംഗ് അതിൻ്റെ ഒരു പരമാവധിയിലെത്തി പിന്നെ തിരിച്ച് കുറഞ്ഞു തുടങ്ങുക എന്നുള്ള കാര്യത്തിൽ പോലും യോജിപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഇതൊന്നും ഞങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങളല്ല, ഇതൊക്കെ വികസിത രാജ്യങ്ങളുടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതികളാണ് തുടർന്ന് വരുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ IPCC രൂപീകരിക്കുന്നു, അത് കഴിഞ്ഞുള്ള മറ്റു പല പ്രവർത്തനങ്ങളും വരുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ തന്നെയാണ്. പക്ഷെ ആ ശ്രമങ്ങൾ ഓരോന്നും പര്യാപ്തമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഏറ്റവും ഒടുവിൽ 2015-ലാണ് പാരീസ് കരാർ വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്ന പാരീസ് എഗ്രിമെൻറ്റ് 2015-ൽ വരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ രാഷ്ട്രവും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് രേഖയായിട്ട് കൊടുത്തിട്ടുണ്ട്. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന NDCകൾ ഓരോ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങളും ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയുന്നത് പൂർണ്ണമായും ചെയ്യുമെന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇത് പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞാൽ പോലും 2100 ആവുമ്പോഴത്തേക്കും ആഗോള താപനിലയിൽ 3 ഡിഗ്രിയെങ്കിലും വർധനവുണ്ടാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തി പറയുന്നത്. അതേസമയം നമുക്ക് 2 ഡിഗ്രിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യവാസം സാധ്യമാവുമോ എന്ന് സംശയമാണ് എന്നുള്ള മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. 2 ഡിഗ്രിയേക്കാൾ കുറയ്ക്കണമെന്നും അത് കഴിയുമെങ്കിൽ 1.5 ഡിഗ്രിയിൽ എത്തിക്കണമെന്നുമാണ് പാരീസ് കരാറിൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ പറയുന്നത്. പക്ഷെ അതിലിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താലും നമ്മൾക്ക് 3 ഡിഗ്രിയിലും കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്കുള്ള സാധ്യത എന്താണ്?
അന്ന് പറഞ്ഞതിനെല്ലാം മറന്ന് അതിനേക്കാൾ വളരെ കൂടിയ അളവിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു പക്ഷേ ചെറിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ പറയുന്ന NDCകൾ ഓരോ രാജ്യവും പുതുക്കി കൊടുക്കണം എന്നുണ്ട് കരാറിൽ. ആ പുതുക്കുമ്പോൾ അതിന് മുമ്പത്തെ ഇതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ വെച്ചിട്ടേ പുതുക്കി കൊടുക്കാൻ പറ്റുള്ളൂ, കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട്. ഇപ്പം അമേരിക്ക അതിൽ നിന്ന് പിന്മാറി, ഇനി ആരൊക്കെയാണ് പിന്മാറാൻ നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു വശമാണ്. അത് പക്ഷേ പിന്മാറിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമേ നഷ്ടമായിട്ട് വരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ലോകത്തിൻ്റെ നേതാവാണ് എന്ന് പറയുന്ന അമേരിക്കയുടെ ആ സ്ഥാനം ഒഴിവാക്കിക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് രാഷ്ട്രീയമായി കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവരുടെ ഈ പിന്മാറ്റം എന്ന് ഞാൻ കരുതുന്നു. കാരണം സജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ മാറുന്നു എന്നുള്ള കാര്യത്തിൽ, മാറുന്നു എന്നല്ല മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇനിയും മനുഷ്യർക്ക് തർക്കങ്ങളില്ല. ഞാൻ ഈ കാലാവസ്ഥ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളൊന്ന് നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയുള്ള പുഴകളുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന്, ഈ കാലാവസ്ഥാ പ്രതിസന്ധി മറികടക്കാനായിട്ട് ലോകം ഏറ്റവും കൂടുതൽ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഊർജ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. പുഴകളെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് മാറുന്ന കാലാവസ്ഥ പുഴകളെ ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു പഠനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്ക് ഈ എന്താ പറയുക, ഇൻ്റർനെറ്റ് വഴി സെർച്ച് ചെയ്യുമ്പോൾ അതിന് പാകത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. നേരിട്ട് നമുക്ക് അറിയാവുന്നത് ഈ മഴയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും ചൂട് കൂടുന്നത് കൊണ്ടും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളും വരൾച്ചകളുമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങളിൽ വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 2 വർഷം തുടർച്ചയായിട്ട് വന്നിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ, കാലാവസ്ഥാ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ചർച്ച തുടങ്ങേണ്ടി വരും. 2018-ലെയും 2019-ലെയും മൺസൂൺ ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ 2018 കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, കൂടുതൽ ഏരിയയെ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കത്തിൻ്റെ രൂക്ഷത കൂടുതൽ ഉണ്ടായിട്ടുള്ളത് 2018-ലാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഉരുൾപൊട്ടലും മലയിടിച്ചിലുമാണ്. മലയിടിച്ചിൽ പോലും കഴിഞ്ഞ വർഷം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു തീവ്രത കൊണ്ട് അത് കുറച്ച് പിന്നോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. 5000-ഓളം മലയിടിച്ചിലും ഉരുൾപൊട്ടലുമായിട്ട് കഴിഞ്ഞ വർഷത്തെ ഈ മൺസൂൺ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2018-നെ അപേക്ഷിച്ച് 2019-ലെ മൺസൂൺ കാലഘട്ടമാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. തീർത്തും പ്രവചനം അസാധ്യമായിട്ടുള്ള തരത്തിൽ കാലാവസ്ഥ മാറുന്നു. അത് നേരത്തെ സജീവ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാലാവസ്ഥ പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഈ വർഷത്തെ മൺസൂൺ കേരളത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഈ 2019 ഓഗസ്റ്റ് 8-9 തീയതികളിൽ പെയ്ത മഴയാണ്. ആ ദിവസങ്ങളിൽ ഇവിടെ രൂപീകരിക്കപ്പെട്ട മേഘങ്ങൾ, ആ മേഘങ്ങളുടെ ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാലത്ത് വരുന്ന രീതിയിലുള്ളതായിരുന്നില്ല. വളരെ ഉയരം കൂടിയ തരത്തിലുള്ള കൂമ്പാര മേഘങ്ങൾ എന്ന് പറയുന്ന 10-12 കിലോമീറ്റർ ഉയരത്തിലുള്ള മേഘങ്ങൾ. അത്തരം മേഘങ്ങൾ വലിയ തോതിലുള്ള, വലിയ അളവിലുള്ള മഴ ഈ ഒരു പ്രദേശത്ത് പെയ്യിക്കാൻ കഴിവുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ നേരത്തെ ഒന്നും അത്തരം ഒരു മേഘപാളികൾ തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാലത്തുള്ള പതിവില്ല.
അങ്ങനത്തെ മേഘങ്ങൾ വരുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷത്തെയും മഴക്കാലങ്ങൾ നമ്മളോട് പറയുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ 40 സെന്റിമീറ്ററിലോ അതിലധികമോ മഴ പെയ്യാം എന്നുള്ളതാണ്. നിരവധി ഇടങ്ങളിലാണ് 30-40 സെന്റിമീറ്റർ മഴ ഈ 2 വർഷങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തൊട്ടടുത്ത് നീൽഗിരീസിൽ ഈ വർഷം ഈ പറഞ്ഞ സമയത്ത് റെക്കോർഡ് ചെയ്തത് ഒരു ദിവസം 91 സെന്റിമീറ്ററാണ്. നമ്മുടെ പുഴകൾ, ആ പുഴകൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്ന അവസ്ഥയിൽ പോലും അതിന് എത്ര ശക്തമായിട്ടുള്ള മഴയെ വരെ താങ്ങാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ചിലപ്പോൾ നമ്മളൊന്ന് സംശയിക്കേണ്ടി വരും. പല ഘടകങ്ങളാണ്. ഒന്ന്, ഈ മലയുടെ പശ്ചിമഘട്ട മേഖലയുടെ ഒരു ആരോഗ്യം എങ്ങനെയാണ്, അപ്പോൾ അവിടെ മഴയെ എത്രമാത്രം താങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് റിവർ ചാനലിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അതിൻ്റെ പുഴയോരങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, ഇടനാട്ടിലെ പെയ്ത്ത് വെള്ളത്തിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇത് കണക്കാക്കുന്നത്. പക്ഷെ നമുക്കറിയാം, പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ ഒരു പുഴയുടെ തലപ്പത്തും കാര്യമായിട്ട് കാടുകളില്ല. അതുകൊണ്ട് തന്നെ പെയ്യുന്ന വെള്ളത്തെ അവിടെ സംഭരിക്കാനുള്ള, അവിടെ ശേഖരിക്കാനുള്ള സംവിധാനങ്ങളില്ല. മലവെള്ളം മുഴുവൻ അപ്പോൾ തന്നെ പുഴവെള്ളമായിട്ടോ മലവെള്ളമായിട്ടോ മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പം അത് ആദ്യത്തെ പ്രതിസന്ധിയാണ്. താഴോട്ട് വരുമ്പോഴാണെങ്കിൽ പലയിടത്തും പുഴയ്ക്ക് വീതി കുറയുന്നു. പുഴയ്ക്കില്ലെങ്കിൽ പോലും പുഴയോട് ചേർന്നുള്ള മറ്റ് ഈ പ്രധാന പുഴയുടെ അവസ്ഥ തന്നെ പലയിടത്തും പ്രശ്നമാണ്. അതിൻ്റെ കൈവഴികളാണെങ്കിൽ മിക്കയിടത്തും ഇടനാടൻ തോടുകളും മറ്റുമൊക്കെ ധാരാളമായിട്ട് ഓരോ പുഴയ്ക്കുമുണ്ട്. ഇത് ഓരോന്നും ഈ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നികത്തപ്പെട്ടോ കയ്യേറിപ്പോയോ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഒഴുകാനുള്ള സ്പേസ് വളരെ കുറഞ്ഞു നിൽക്കുന്ന പുഴയിലേക്കാണ് നമ്മൾ ഇത്ര വലിയ അളവിലുള്ള മഴയെ സ്വീകരിക്കേണ്ടി വരുന്നത്. എൻ്റെ ഒരു തോന്നൽ 50 സെന്റിമീറ്ററിന് അപ്പുറമുള്ള മഴ താങ്ങാൻ ഇന്ന് കേരളത്തിലെ ഒരു പുഴകൾക്കും കഴിയില്ല എന്നതാണ്. പക്ഷെ ആ അളവിലുള്ള മഴ അടുത്ത വരും വർഷങ്ങളിൽ പെയ്യില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. 2018 വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് പല ഘടകങ്ങളുണ്ട്. അതിനകത്ത് കുറേ എന്താ പറയുക, മനുഷ്യരുടെ അബദ്ധങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ തോതിലുള്ള മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് എത്രമാത്രം കഴിയും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അവിടെ റൂംസ് ഫോർ റിവറോ മറ്റു കാര്യങ്ങളോ എല്ലാം ചെയ്യാം. ചെയ്യുന്നതെല്ലാം ഈ എന്താ പറയുക, അത് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അത് സിവിൽ കൺസ്ട്രക്ഷൻ കൂടുതലാക്കിക്കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ നിലവിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വളഞ്ഞു ഒഴുകുന്ന പുഴകളെ ഈ സ്ട്രെയിറ്റൻ ചെയ്യാനും ഇല്ലാത്ത വീതി ഉണ്ടാക്കാനും ആഴം കൂട്ടാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൂടുതൽ വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും. മറിച്ച് പുഴകളെ അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്വാഭാവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണെങ്കിൽ, അതിൻ്റെ വീതിയെല്ലാം റെസ്റ്റോർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യാം. പക്ഷെ അത് ചെയ്താൽ പോലും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു 50 സെന്റിമീറ്ററിന് അപ്പുറമുള്ള മഴയെ നമ്മുടെ പുഴകൾക്ക് താങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ വെള്ളപ്പൊക്കങ്ങൾ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലിവ് വിത്ത് ദ ഫ്ലഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ എത്രയൊക്കെ വെള്ളം കയറാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആ വിഷയത്തിലുള്ള ഓപ്ഷൻ. വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം അല്ലെങ്കിൽ വരൾച്ച എന്ന് പറയുന്നത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും വരും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ഈ പല ഘടകങ്ങളുടെ മാറ്റങ്ങൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജലസുരക്ഷ നഷ്ടപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പുഴകളുടെ വേനൽക്കാലത്തെ ഒഴുക്കില്ലാതായതാണ്.
നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പുഴകൾ, കേരളത്തിലെ പുഴകൾ മഴക്കാലത്ത് മാത്രം ഒഴുകുന്നതാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കടലിലെത്തും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി കൊണ്ട് നമ്മുടെ പുഴകൾ മഴക്കാലത്ത് മാത്രം ഒഴുകുന്നതാണ് എന്നാണ്. ഇന്നത്തെ അവസ്ഥയിൽ പലയിടത്തും അത് സത്യമായിരിക്കും. പക്ഷേ ഇന്നലത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് സത്യമല്ല. നമ്മുടെ മിക്ക പുഴകളും പഴയ കാലത്ത് വേനൽക്കാലത്തും സാമാന്യം നല്ല ജലസമൃദ്ധിയോടുകൂടി തന്നെ ഒഴുകിയിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ചാലക്കുടി പുഴയെ സംബന്ധിച്ച് 1940കളിൽ ഉണ്ടായിരുന്ന സ്വാഭാവിക വേനൽക്കാല നീരൊഴുക്കിൻ്റെ 10% പോലും ഇപ്പോൾ ഇല്ല എന്ന് കണക്കുകൾ വെച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഈ മാറ്റം നമ്മുടെ ഓരോ പുഴയിലും വന്നിട്ടുണ്ട്. കൂടിയും കുറഞ്ഞുമുള്ള അളവിൽ ആ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. തലപ്പത്ത് കാട് എനിക്ക് തോന്നുന്ന ഒരു ഈ 44 പുഴകളുടെ ഒരു അഹങ്കാരം നമ്മൾ പറയുമെന്നുണ്ടെങ്കിലും അതിനകത്ത് ഇപ്പോൾ 365 ദിവസവും ഒഴുകാവുന്ന ആരോഗ്യമുള്ള സ്ട്രീംസിനെ നിലനിർത്താവുന്ന ഫോറസ്റ്റ് പാച്ചസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 7-8 പുഴകൾക്ക് മാത്രമാണ് ഉണ്ടാവുക. അതും ചെറിയ ഭാഗങ്ങൾ, വലിയ തോതിലല്ല. ഇപ്പോൾ ചാലക്കുടി പുഴയെ സംബന്ധിച്ച് ഷോളയാർ ഭാഗത്ത് ഒരു 35-40 സ്ക്വയർ കിലോമീറ്ററിൽ നല്ല കാട് ബാക്കി നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പോഴും വേനൽക്കാലത്ത് ഒഴുകുന്ന സ്ട്രീംസ് ഉണ്ട്. ഇത് മാറ്റി വച്ചാൽ പിന്നെ ഉള്ള ചെറിയ തുണ്ട് കാടുകളൊന്നും ഒരു ലൈവായിട്ടുള്ളൊരു സ്ട്രീമിനെ നിലനിർത്താൻ പറ്റുന്നതല്ല. പെരിയാറിൻ്റെ തലപ്പത്ത് കുറച്ച് നമുക്ക് കാണാൻ പറ്റും, പമ്പയുടെ അല്ലെങ്കിൽ അച്ചൻകോവിലിൻ്റെ മുകളിൽ കാണാൻ പറ്റും, അപ്പുറത്ത് ചാലിയാറിൻ്റെ വളപട്ടണത്തിൻ്റെയൊക്കെ മുകളിൽ കുറേശ്ശെയൊക്കെ കാണാൻ പറ്റും. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റു പലയിടത്തും ഇത്തരത്തിലുള്ള വേനൽക്കാലത്തും പുഴയെ ഒഴുകാവുന്ന തരത്തിലുള്ള സ്ട്രീംസ് ബാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ട്രീംസ് ഇല്ലാത്തടത്തോളം കാലം, പുഴ ഒഴുകാത്തടത്തോളം കാലം വേനൽക്കാലത്ത് അവിടെ തന്നെ നമുക്ക് ചില ദൗർലഭ്യം വന്നു കഴിഞ്ഞു. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വലിയ തോതിൽ ചൂട് വർദ്ധിക്കുന്നത്. ചൂട് വർദ്ധിക്കുക മാത്രമല്ല, ഒപ്പം തന്നെ ഈ അന്തരീക്ഷത്തിലെ ആർദ്രത, ഹ്യൂമിഡിറ്റി വല്ലാതെ കുറയുകയും ചെയ്യുന്നുണ്ട്. പഴയ കാലത്ത് ഈ കേരളത്തിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു 60-70% താഴെ പോകുന്നത് അപൂർവമാണ്. ഇപ്പോൾ പക്ഷേ വേനൽക്കാലത്ത് പലപ്പോഴും അത് 50-ൽ താഴെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ചൂട് വർദ്ധിക്കുകയും ഹ്യൂമിഡിറ്റി കുറയുകയും ചെയ്യുമ്പോൾ മണ്ണ് വളരെ പെട്ടെന്ന് വരണ്ട് പോവുകയാണ്. മണ്ണിൽ നിന്നായാലും ചെടികളിൽ നിന്നും ആയാലുള്ള ബാഷ്പീകരണത്തിൻ്റെ തോത് വല്ലാതെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയിലേക്കും കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് രണ്ടും നമുക്ക് പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഈ മറ്റൊരു തരത്തിൽ ഇപ്പോൾ ചാലക്കുടി പുഴയുടെ ഒരു പുനരുജ്ജീവനം എന്ന് പറയുന്ന ഒരു സ്വപ്നവുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അതിൻ്റെ ഒരു എന്താ പറയുക, സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുകയും ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേയൊക്കെ പഴയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയും അതിനെ സംബന്ധിച്ചുള്ള ചില പരിമിതമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ സജീവമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് KFRI ചേർന്നും ചില പഠനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. പക്ഷേ ഈ ആലോചനകൾ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ ഈ വിഷയത്തിലില്ല. അന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയെ സാമാന്യം നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഓരോ പ്രവൃത്തിയും ചെയ്യാനായിട്ട് അത് കൂടുതൽ കഠിനമാവും എന്നുള്ള ഒരു തിരിച്ചറിവാണ് നിൽക്കുന്നത്. അതിന് കാരണം കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഇടനാട്ടിൽ വരുന്നതിനേക്കാൾ കൂടുതൽ താപവർദ്ധനവ് പശ്ചിമഘട്ട മേഖലയിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പശ്ചിമഘട്ട മേഖലയിൽ പക്ഷേ താപനിലയിൽ വരുന്ന വർദ്ധനവ് അതിൻ്റെ ഈ എന്താ പറയുക കുറേ കൂടെ സെൻസിറ്റീവാണ്, ഇക്കോളജിക്കലി വളരെ സെൻസിറ്റീവാണ് എന്നുള്ളത് കൊണ്ട് ആ താപവർദ്ധനവിൻ്റെ ഇമ്പാക്ട്സ് വളരെ കൂടുതലാണ്. അവിടെ ആ ഒരു ഫോറസ്റ്റ് റീജനറേഷൻ എന്ന് പറയുന്നത് ഈ റിവർ റീജനറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഇനിയുള്ള കാലത്ത് എത്രമാത്രം കൂടുതൽ ചാലഞ്ചിങ് ആവും എന്നുള്ള വലിയ തോതിലുള്ള ഭീതി ഉള്ളിലുണ്ട്. എങ്കിലും ആ ശ്രമങ്ങൾ തുടരാൻ തന്നെ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാലാവസ്ഥ മാറുന്നതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്
കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിൽ വന്നിട്ടുള്ള വർധനവാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിതിൻ്റെ ഈ കണക്കെടുക്കുന്ന പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡ് എന്ന് പറയുന്ന 1750കളിൽ അന്തരീക്ഷത്തിൽ 250 ppm ആയിരുന്നു കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ ഇന്നത് ഏതാണ്ട് 410-415 ppm എത്തിയിട്ടുണ്ട്. ഒരു 8 ലക്ഷം വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ 300 ppm കടക്കാത്ത കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് ഇപ്പോൾ ഇത്രയും വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഖനിജ ഇന്ധനങ്ങൾ കത്തിക്കുന്നതാണ്. തുല്യ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടി വരിക, അളവിനെ സംബന്ധിച്ച് 2ാം സ്ഥാനത്താണെങ്കിലും മറ്റു പല ഘടകങ്ങൾ വയ്ക്കുമ്പോൾ തുല്യ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടി വരിക വന നശീകരണമാണ്. അടുത്ത കാലത്ത് ആമസോണിൽ കാടുകൾ കത്തുമ്പോൾ അത് ലോകത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധിയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞത് അതുകൊണ്ടാണ്. ഏകദേശം 25% ഗ്രീൻ ഹൗസ് ഗ്യാസ് ഈ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോറസ്റ്റ് ലോസ് ആണ്. ഫോറസ്റ്റ് ലോസ് കൊണ്ടുണ്ടാകുന്ന മറ്റു നഷ്ടങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം, ഈ ജൈവ വൈവിധ്യത്തിനുണ്ടാകുന്ന വലിയ തോതിലുള്ള നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഈ പറഞ്ഞ 25% അല്ല, അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇത് രണ്ടുമാണ്, അതായത് ഖനിജ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എമിഷനും അതുപോലെ തന്നെ ഫോറസ്റ്റ് ലോസുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഖനിജ ഇന്ധനങ്ങളെ സംബന്ധിച്ച് അതിനെ നിയന്ത്രിക്കാൻ വേണ്ട ശ്രമങ്ങൾ കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ട്. ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ വ്യാപകമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുതി മേഖലയെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു റെവല്യൂഷണറി ചേഞ്ചസ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഈ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ വരാവുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുനരുപയോഗിക്കാവുന്ന തരത്തിലുള്ള കാറ്റും സൗരോർജ്ജവും അടക്കമുള്ള സ്രോതസ്സുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള മാറ്റങ്ങൾ, സാങ്കേതികമായി ചെയ്യാവുന്ന കുറേ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ വളരെ വ്യാപകമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടെ വരും. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഖനിജ ഇന്ധനങ്ങളുടെ ഉപയോഗം ഒരു പക്ഷേ 10 വർഷത്തിനപ്പുറം ഇന്നുള്ളതിനേക്കാൾ സാമാന്യം നന്നായിട്ട് കുറയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ 10 വർഷത്തിനപ്പുറം എന്ന് പറയുന്നതിനേക്കാൾ അടുത്ത വർഷം എത്രയാണ്, അതിൻ്റെ അടുത്ത വർഷം എത്രയാണ് എന്നുള്ളത് പോലും വളരെ പ്രധാനമായി നിൽക്കുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ. അതുകൊണ്ട് അത് എത്രമാത്രം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന സാങ്കേതിക പരിഹാരങ്ങൾ, അത് പലതും സാങ്കേതിക പരിഹാരങ്ങൾ പലതും നമുക്ക് വേണ്ടി വരും. ഒരു പരിധി വരെ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ സാങ്കേതിക പരിഹാരങ്ങൾ മാത്രം കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്കറിയാം അത് മാത്രം പോരാ. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അതറിയില്ല. ഭരണകൂടങ്ങൾ എപ്പോഴും ടെക്നോളജിക്കൽ സൊല്യൂഷൻ്റെ പിന്നാലെയാണ് പോവുക. ഇപ്പോൾ ജലമേഖലയെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ 2018 അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ടെക്നോളജിക്കൽ സൊല്യൂഷൻസിലേക്കല്ല, നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസിനെ സംബന്ധിച്ച് ഒരു ലോക രാജ്യത്തിനും ഒരു പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ പൊതുവിലെടുത്തു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. അവരെല്ലാം പുതിയ സാങ്കേതിക വിദ്യകളുടെ പിന്നാലെയാണ് നോക്കുന്നത്. നേരത്തെ ശോഭ സൂചിപ്പിച്ചത് ആ ഒരു പുതിയതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നതിനെ കുറിച്ചാണ്. പുതിയതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിലനിൽക്കാൻ കഴിയുമായിരുന്ന പഴയതിനെ പൂർണ്ണമായും നമ്മൾ മറന്നു പോകുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണത്. അപ്പം ആ ഒരു ഈ നിലവിലുള്ള തെറ്റായിട്ടുള്ള വിനാശകരമായിട്ടുള്ള വികസന രീതികൾ അതേപടി തുടരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും ഒരു കാരണവശാലും മോചനമില്ല. ആ പ്രതിസന്ധി മാറണം എന്നുണ്ടെങ്കിൽ അതിന് സാങ്കേതികമായിട്ടുള്ള സൊല്യൂഷൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ വളരെ കാതലായിട്ടുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ. വികസനം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം വികസനം എന്ന് പറയുന്നതിനകത്ത് മനുഷ്യനില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ മാനദണ്ഡങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് മനുഷ്യനെ കാണാൻ പറ്റില്ല. അത് GDP-യിൽ എത്ര വർധനവുണ്ടായി, അത് ഇൻഫ്രാസ്ട്രക്ചറിൽ എത്ര വർധനവുണ്ടായി, അതുപോലെ തന്നെ വ്യവസായങ്ങൾ എത്രയുണ്ട്, അത്തരം കാര്യങ്ങൾ മാത്രം കണക്കാക്കുന്ന സാധനമാണ്. അതല്ല
ഈ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ സ്വാസ്ഥ്യവും ക്ഷേമവും ഉറപ്പുവരുത്താൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങൾ, അത് പരിസ്ഥിതി ഉൾപ്പെടെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നൊരു അവസ്ഥയെ മാത്രമേ ഞാൻ പുരോഗതി എന്ന് കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു പുരോഗതിക്ക് മുമ്പ് ഇപ്പോൾ നമ്മൾ നിലനിൽപ്പ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ആദ്യം നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയും പിന്നെ കഴിയുമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പുരോഗതിയിലേക്ക് ആലോചിക്കുകയും ചെയ്യാവുന്ന ജീവിതശൈലിയിലുള്ള വളരെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറകൾക്ക് ഇവിടെ വാസം സാധ്യമാകും. അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തുന്നത്. താങ്ക് യു.